ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, എന്തുവ്യശോഭയാലെന്നുള്ളം തെളിയും. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, എന്തുവ്യശോഭയാലെന്നുള്ളം തെളിയും. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ, ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, നിൻ ദിവ്യശോഭയാലെന്നുള്ളം തെളിയും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ ഓരോ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്നുള്ള നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നു. ദൈവവചനം കൂടാതെ മനുഷ്യന് ശരിയായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ സാധിക്കുകയില്ല. പൗലോസ്ലീഹ ആധ്യാത്മിക സമരത്തിൽ അവശ്യം നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ആയുധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. വചനം വാൾ ആണ് എന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശത്രുവിനെതിരെ, അതായത് തിന്മയ്ക്കെതിരെ, പൈശാചിക ശക്തിക്കെതിരെ അടരാടാനുള്ള വാളാണ് ദൈവത്തിൻ്റെ വചനം. അതുപോലെ തന്നെ ശത്രുവിൻ്റെ ആക്രമണങ്ങളെ തടയുവാനുള്ള പരിചയാണ് വിശ്വാസം. വചനവും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മീയ സമരത്തിൽ വിജയം നേടിത്തരുന്നു. വചനം വിശ്വാസത്തോടുകൂടെ ശ്രവിക്കുകയും ധ്യാനിക്കുകയും അത് ജീവിതമാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ സുരക്ഷിതരാണ്. വചനം എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കടത്തിവിടുവാനുള്ള പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമാണ്. നമ്മുടെ ഏറ്റവും വലിയ ദൗത്യവും അത് തന്നെയാണ്. സഭയുടെ ഏറ്റവും വലിയ ദൗത്യവും അത് തന്നെയാണ്. ബഹുമാനപ്പെട്ട ജോർജ് മൂഴായിത്തറത്തിലച്ചൻ തുടർച്ചയായിട്ട് ഗുഡ്നസ് ടിവിയിലൂടെ വചനപ്രഘോഷണം നടത്തുന്ന ആളാണ്. ദൈവത്തിൻ്റെ വചനം ആളുകൾക്ക് ഗ്രഹിക്കത്തക്ക രീതിയിൽ, അവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കത്തക്ക രീതിയിൽ പ്രഘോഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വചന പ്രഘോഷണ പരമ്പര 100 എപ്പിസോഡുകൾ പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തിൻ്റെ അധരങ്ങളിലൂടെ അനേകായിരങ്ങളുടെ ഹൃദയങ്ങളിൽ ഇനിയും കടന്നു ചെല്ലട്ടെ. അങ്ങനെ അവർ ആത്മീയമായി വളരുവാൻ, ശക്തിപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആത്മാക്കളുടെ രക്ഷയാണല്ലോ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ എന്ത് ചെയ്താലും, പ്രത്യേകിച്ച് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് മാറേണ്ടത് ആത്മാക്കളുടെ രക്ഷയാണ്. നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ, വചനപ്രഘോഷണങ്ങളിലൂടെ, കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം നമ്മൾ ലക്ഷ്യമാക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ എല്ലാം ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ തീവ്രമായ അഭിലാഷമായിട്ട് മാറും. വൈദികർ, സമർപ്പിതരും സന്യസ്തരും മാത്രമല്ല, അൽമായ സഹോദരങ്ങളെല്ലാവരും ഈ ഒരു ആഗ്രഹത്താൽ നിറയുകയും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളെയെല്ലാം വിശുദ്ധീകരിക്കുകയും ചെയ്യണം.
ആ രീതിയിൽ ബഹുമാനപ്പെട്ട ജോർജ് നൂഴായിത്തറവച്ചൻ ഈ ഗുഡ്നസ് ടി വിയിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണവും ആരാധനയും എല്ലാം അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാകുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. 100 എപ്പിസോഡുകൾ പൂർത്തിയാവുകയാണ്. അതിലൂടെ എത്ര പേര് വചനം കേട്ടു, എത്ര പേര് ദൈവകൃപയുടെ അനുഭവത്തിൽ നിറഞ്ഞു, അതെല്ലാം നമുക്കേറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. മാധ്യമങ്ങളിലൂടെ ഉള്ള സുവിശേഷവൽക്കരണം വളരെ പ്രസക്തമായൊരു കാലഘട്ടമാണിത്. കാരണം മാധ്യമങ്ങളിലൂടെ സഭയ്ക്കും ക്രിസ്തുവിനും ക്രിസ്തുവിൻ്റെ സഭയ്ക്കും ഒക്കെ എതിരെ ഒത്തിരിയേറെ പ്രചരണങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ എതിർക്കുക എന്നുള്ളതിനേക്കാളും നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് ഞാൻ കരുതുകയാണ്. സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടേയിരിക്കുക. അത് പരിഹസിക്കപ്പെട്ടാലും അപഹസിക്കപ്പെട്ടാലും തെറ്റിദ്ധാരണകൾ പരത്തപ്പെട്ടാലും നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുകയും രക്ഷയിലേക്ക് അനേകരെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രിയപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷകളിലൂടെ ഇനിയും അനേകായിരങ്ങൾക്ക് കർത്താവിൻ്റെ രക്ഷ, അവരുടെ ആത്മാക്കളുടെ രക്ഷ സാധ്യമാകാനായിട്ടിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗുഡ്നസ് ടി വിയിൽ ബഹുമാനപ്പെട്ട നൂഴായിത്തറവച്ചനെ തൻ്റെ പ്രഭാഷണ പരമ്പരയുടെ 100ാം എപ്പിസോഡിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. അച്ഛനെന്നും സഭയോട് ചേർന്ന് ചിന്തിക്കുകയും സഭയുടെ ചിന്തകൾ ലോകത്തിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നയാളാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം അത്തരത്തിലുള്ള വിചിന്തനങ്ങളാണ് അദ്ദേഹം നിങ്ങൾക്ക് പ്രദാനം ചെയ്തത്. ഈ അവസരത്തിൽ അച്ഛനെ പ്രത്യേകമായിട്ട് എല്ലാ ആശംസകളും നേരുകയാണ്. വിശ്വാസം സഭയോട് ചേർന്ന് ഉദ്ഘോഷിക്കുവാനായിട്ടുള്ള ഏതവസരവും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെ സഭയുടെ സന്ദേശം നമുക്ക് എത്തിക്കാവുന്ന ആളുകളെല്ലാം എത്തിക്കുവാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്. അതിനുവേണ്ടി പണിപ്പെടാനും അതിന് അവസരം കണ്ടെത്താനുമെല്ലാം എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും അച്ഛനിങ്ങനെ 100 പ്രാവശ്യം ഇവിടെ പ്രഭാഷണം നടത്തുകയും നല്ല ചിന്തകളെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിനെല്ലാം അച്ഛനെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ 100ാമത്തെ എപ്പിസോഡും വളരെ വിജയകരമായി പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രബോധനങ്ങൾ എപ്പോഴും സഭയോട് ചേർന്നുള്ളതാവണം. സഭ ആഗ്രഹിക്കുന്ന രീതിയിലാവണം നമ്മുടെ പ്രഭാഷണങ്ങൾ. സഭയെ അറിയാനും സ്നേഹിക്കാനും ഇങ്ങനെയുള്ള പരിപാടികൾ തീർച്ചയായിട്ടും സഹായകരമായിട്ട് തീരണം. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിനായിട്ടാണ് നമ്മൾ പിന്തുണ നൽകേണ്ടത്. അത് ഇനിയും നിങ്ങൾ തുടരുമെന്ന് ഞാൻ കരുതുന്നു. അച്ഛൻ്റെ കേൾവിക്കാരെയും തീർച്ചയായിട്ടും ഈ പ്രഭാഷണങ്ങളെ കൂടുതൽ പ്രബുദ്ധരാക്കിയിരിക്കണം. നിങ്ങളെയും പ്രത്യേകമായിട്ട് അനുവദിക്കുകയും ഈ അച്ഛനെ ശ്രവിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവികാന ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ദൈവികാരുണ്യ അഗ്നി പ്രോഗ്രാമിൻ്റെ 100ാം എപ്പിസോഡിൽ ദൈവികാരനാഥനായ ഈശോ ഞങ്ങൾക്ക് തന്ന, ലോകം മുഴുവനും തന്ന അനുഗ്രഹങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ഇത്രയും നാളും ദിവ്യഗാനത്തിൻ്റെ തണലിലായിരുന്നു ഞങ്ങൾ. ദിവ്യഗാനത്തിൻ്റെ തണലിൽ നിന്നും ദൈവവചനത്തിൻ്റെ ശക്തിയിലേക്ക് ഞങ്ങൾ ഉയർന്നു. ആ ശക്തി അത്ഭുതവും അടയാളവുമായി ലോകത്തിനും ഞങ്ങൾക്കും ബോധ്യപ്പെട്ടു. ആ സാക്ഷ്യമാണ് ഈ 100ാം എപ്പിസോഡിൽ ലോകത്തിന് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുക. ഈ 100ാം എപ്പിസോഡിൻ്റെ 1ാം എപ്പിസോഡ് ആരംഭിച്ചത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6ാം അധ്യായം 35ാം തിരുവചനത്തിലൂടെയായിരുന്നു. ഞാനാണ് ജീവൻ്റെ അപ്പം,
എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. അതെ, ദീപികാരൻ്റെ നാഥനായ ഞങ്ങളുടെ ഈശോയുടെ അടുത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. അങ്ങനെ ഈശോയിൽ നിന്നും ശക്തി നേടി ഞങ്ങൾക്കും ലോകത്തിനും ആവശ്യമായ ഭക്ഷണം ഈശോ തന്നു. ഞങ്ങൾക്കും ലോകത്തിനും ആവശ്യമായ ദാഹജലം, അത് ജീവൻ്റെ ജലം, അത് പരിശുദ്ധാത്മാവ് ധാരാളമായി ഈ ദീപികാരനെ അഗ്നിയിലൂടെ ലോകത്തിന് നൽകി. അതുവഴി ഞങ്ങളും സന്തോഷിതരായി. ഈ ഒരു സന്ദേശം ലോകത്തിന് നൽകുവാൻ ഞങ്ങൾക്കിടയായതിനെ ഓർത്ത് ഞങ്ങൾ പിതാവായ ദൈവത്തിന് നന്ദി പറയുകയാണ്. പുത്രനായ ഈശോയുടെ സ്നേഹം, ആ സ്നേഹം ദീപികാരുണ്യമാണെന്ന് ഞങ്ങൾ പ്രഘോഷിക്കുകയാണ്. ആ പുത്രന് സമാനമായ പരിശുദ്ധാത്മാവ് ശക്തിയായാൽ അത് ദൈവകൃപയാണെന്നും ലോകത്തിന് സാക്ഷ്യം നൽകുകയാണ്. ദീപികാരുണ്യ തണലിൽ അനുഗ്രഹം പ്രാപിച്ചവർ നിരവധിയാണ്. അതിനായി ഞങ്ങളെ ഒരുക്കിയത് നല്ല തമ്പുരാനാണ്. ഈശോയിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ വാത്സല്യമാണ്. അത് പ്രഖ്യാപിക്കാതിരിക്കാനാവില്ല. കാരണം അമ്മ ഞങ്ങളെ അതിരറ്റ് സ്നേഹിച്ചിരുന്നു. അമ്മയുടെ സ്നേഹം ദീപികാനേശിലേക്ക് ഞങ്ങളെ ഏറെ ഓടിയടുപ്പിച്ചിരുന്നു. ദീപികാനനാഥന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അമ്മയുടെ വാത്സല്യം അനുഭവിച്ച് തന്നെ ലോകത്തിന് ഈശോയെ കൊടുക്കുവാൻ ഞങ്ങൾക്കിടയായി. ദീപികാനനാഥൻ ജീവിക്കുന്ന ദൈവമാണ്. അതിന് നിരവധി സാക്ഷ്യങ്ങളുണ്ടെങ്കിലും 1-2 ഉദാഹരണങ്ങൾ സമർത്ഥിക്കുകയാണ്. ദീപികാനൻ അഗ്നി പ്രോഗ്രാമിൻ്റെ ആദ്യ നാളുകളിൽ ഈ പ്രോഗ്രാം ഗുഡ്നസ് ടിവിയിലൂടെ സംക്ഷേപണം ചെയ്തപ്പോൾ വിദേശത്തു നിന്നും ദുബായിൽ നിന്നും ഈ പ്രോഗ്രാം കണ്ട് ഇവിടെ ഈ ആലയത്തിൽ വന്ന് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനായിട്ട് കൊല്ലത്തുള്ള ഒരു കുടുംബം വരികയുണ്ടായി. അവരുടെ ജീവിതാവശ്യം ഇതായിരുന്നു. ഒരു 15ഓളം വയസ്സ് പ്രായമുള്ള മകന് ഓട്ടിസമാണ്. മറ്റൊരു മകളുണ്ട്. ആ മകൾക്ക് കുഴപ്പമില്ല. ഇവർ കുടുംബസമേതം ദുബായിൽ ജോലി ചെയ്യുന്നു. പക്ഷേ ദീപികാരനെ അഗ്നിയിൽ നിന്നും ശക്തി കിട്ടുവാൻ അവർ ദാഹിച്ച് അവധിക്കാലത്തെ കൊല്ലത്ത് വന്നപ്പോൾ അവിടെ നിന്നും ഈ കപ്പേളിയിലെത്തി. ഈശോയുടെ സന്നിധിയിൽ 1.5 മണിക്കൂറോളം ദീപികാരൻ തമ്മിൽ പ്രാർത്ഥിച്ചു. തുടർന്ന് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചു. കയ്പ് ശുശ്രൂഷ വഴി ഞാൻ പറഞ്ഞു വിട്ടു, അത് ഓട്ടിസം അല്ലെങ്കിൽ ലോകത്തിൻ്റെ ശാസ്ത്രത്തിന്, സയൻസിന്, ഡോക്ടർമാർക്ക്, മരുന്നുകൾക്ക് കുറയ്ക്കാനാവാത്ത ഓട്ടിസം തമ്പുരാൻ കുറയ്ക്കുമെന്ന്. അതിനായി നൽകിയത് അല്പം വെഞ്ചരിച്ച ഉപ്പും 1 കാശുരൂപവും അല്പം എണ്ണയുമാണ്. ഈ എണ്ണ പരിശുദ്ധാത്മാവിന് നിറവിനായി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് കിടക്കാൻ നേരത്തൊരു കുരിശ് വരയ്ക്കണമെന്നും ഈ ഉപ്പ് ഭക്ഷണത്തിൽ കൊടുക്കണമെന്നും ഈ കാശുരൂപം കഴുത്തിൽ ധരിക്കണമെന്നും പറഞ്ഞ് അയച്ച ഈ കുടുംബം പിറ്റേ വർഷമായപ്പോൾ ഇതാ സൗഖ്യത്തിൻ്റെ 100 സന്തോഷവുമായി വന്നെത്തിയിരിക്കുന്നു. അവർ പിറ്റേ വർഷം നാട്ടിൽ വന്നപ്പോൾ ഈ കൊച്ചിനെയും കൊണ്ട് വന്നു. ആദ്യ വർഷം വന്നപ്പോൾ ദീപികാനനാഥൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ വൈമനസ്യം കാണിച്ച ഈ കുഞ്ഞ് പള്ളിയകത്തുള്ള വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ 4 മണിക്കൂറോളം നിശബ്ദനായി സന്തോഷത്തോടെ ദീപികാനനാഥനെ മുമ്പിൽ പ്രാർത്ഥനാനിരതനായിരുന്നപ്പോൾ അത് ഓട്ടിസത്തിനേക്കാൾ വലിയ ഒരു ദൈവത്തിൻ്റെ കൃപ ഈ മകളിലേക്ക് ദീപികാരണത്തിന് ശക്തി വഴി കടന്നു വന്നുവെന്ന് ആ ഇരുന്ന സമൂഹത്തെ മുഴുവൻ ബോധ്യപ്പെടുത്തുവാൻ പാപികളായ ഞങ്ങൾക്കായി, ബലഹീനരായ ഞങ്ങൾക്കായി, കുറവുകളുള്ള ഞങ്ങൾക്കായി. അതാണ് ദീപികാരണത്തിൻ്റെ അനന്തരമായ ശക്തി. അപ്പോൾ എന്നെ അതിശയിപ്പിച്ച ഈ ഒരു സംഭവത്തിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. ഒരു സ്കൂളിലും പോയിട്ടില്ലാത്ത ഈ മകൻ, ഏകദേശം 10-15 വയസ്സുള്ള ഈ മകൻ ദീപികാനനാഥൻ്റെ ശക്തിയാൽ, അനുഗ്രഹത്താൽ ഓട്ടിസത്തെ പോലും അതിജീവിച്ച് ഒരു സാധാരണ മകനെപ്പോലെ ജീവിതം കുടുംബത്തിൽ സന്തോഷമായിട്ട് നയിച്ചപ്പോൾ അമ്മ പറയുകയായിരുന്നു, അതെന്നെ അതിശയിപ്പിച്ചൊരു കാര്യമാണ്. ഈ മകൻ അച്ഛ ഒരു സ്കൂളിലും പോയിട്ടില്ല. പക്ഷേ അവൻ അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം അവൻ കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ചെയ്യുക എന്നും ദൈവവചനം മാത്രമാണ്. അവൻ എവിടെ നിന്ന് ഈ ശക്തിയെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവനൊന്നും പഠിച്ചിട്ടില്ല. ദൈവവചനം തന്നെ അവൻ കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ചെയ്ത് അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെയും അനുദിന കർമ്മങ്ങളിൽ അവൻ കൂടുതൽ ദൈവത്തെ അനുഭവിക്കുകയാണ്. അത് എന്നെ കൂടുതൽ അതിശയിപ്പിച്ചു. അതാണ് ദീപികാനന്ദൻ്റെ ശക്തി. ഞാനതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവനൊരു പക്ഷേ ഓട്ടിസം കുറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് കുറയുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ കൂടുതൽ അമ്മയൊരു സാക്ഷ്യം നൽകി. ആ സാക്ഷ്യം ഇതാണ്: ഈ മകൻ പിന്നീടുള്ള ആ 1 വർഷത്തിനിടയ്ക്ക് മുഴുവനും മറ്റ് ലോകത്തിൻ്റെ ഒന്നും അവന് അറിവില്ല, വിദ്യാഭ്യാസമില്ല, സ്കൂളിൽ പോയിട്ടില്ല. പക്ഷേ അവൻ കമ്പ്യൂട്ടറിൽ അടിക്കുന്നത് ദൈവവചനം മാത്രമാണ്.
ഒരറിവുമില്ലാത്തവൻ ദൈവവചനം മാത്രം അടിച്ചെങ്കിൽ അത് ദിവ്യഗാനത്തിന് ശക്തിയാണ്, അത് ദിവ്യഗാനത്തിന് അനുഗ്രഹമാണ്, ദിവ്യഗാനത്തിന് അത്ഭുതമാണ്. അത് നമ്മൾ മറക്കരുത്. അത് നമ്മൾ വിശ്വാസത്തോടെ ലോകമെങ്ങും അറിയണമെന്ന് ഈ സാക്ഷ്യം പകർന്നു വയ്ക്കുന്നത് വഴി ഞാൻ പങ്കുവയ്ക്കുകയാണ്. അപ്പം സിമ്പിളായിട്ട് ദൈവാനുഗ്രഹം നേടിപ്പോയ മക്കളുമുണ്ട്. ഒരിക്കൽ ഒരു മഠത്തിൽ നിന്നൊരു സിസ്റ്റർ വന്ന് പ്രാർത്ഥനാ സഹായം തേടി. അപ്പോൾ സിസ്റ്റർ പങ്കുവയ്ക്കുകയായിരുന്നു, അച്ഛാ, ഈ ആരാധനയുടെ സമയത്ത് ഞാൻ കർത്താവിനെ നേരിൽ കണ്ടു. അത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് അത് എൻ്റെ കർത്താവ് ദിവ്യഗാനത്തിൽ ശക്തിയായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ വ്യത്യാസപ്പെടുത്തിയപ്പോൾ ഇന്നുവരെ 45 വർഷം ഞാൻ ദിവ്യഗാനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കിട്ടാത്തൊരു അനുഭവം, ഒരു വശ്യശക്തി, ഒരു ദൈവീശക്തി ഈ ദിവ്യഗാനത്തിൽ നിന്ന് കിട്ടിയെങ്കിൽ അത് ലോകത്തിന് മുമ്പ് ഞാൻ സാക്ഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ സിസ്റ്റർ പോയത്. മറ്റൊരു ഉദാഹരണം ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഒരു സാധാരണ സ്ത്രീ, പണമുണ്ട്, സമ്പത്തുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, ദേഹം മുഴുവൻ 45 വയസ്സുള്ള ഈ സ്ത്രീക്ക് ദേഹം മുഴുവൻ ചൊറിച്ചിലാണ്. പക്ഷേ എല്ലാ ഡോക്ടേഴ്സിനെയും കണ്ടു, എല്ലാ മരുന്നുകളും മാറി മാറി ഉപയോഗിച്ച് ഒരു മാറ്റവുമില്ല. ഒരു വെള്ളിയാഴ്ച ഇവിടെ ദിവ്യഗാനനാഥൻ്റെ അടുക്കൽ നിന്ന് ദിവ്യഗാന പ്രോഗ്രാമിൽ ശുശ്രൂഷയെ സംബന്ധിക്കുകയും അതിനുശേഷമുള്ള പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുകയും ചെയ്തതിനു ശേഷം ആ മകൾ സാക്ഷ്യപ്പെടുത്തി, മരുന്നിന് അസാധ്യമായ ഈ ശരീരത്തിനെ ചൊറിച്ചത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ നിന്ന് പോകുന്നു എന്ന് ഡോക്ടേഴ്സിന് പോലും ഒരു ഉത്തരവുമില്ലാത്ത ആ പ്രശ്നത്തിന് ആ ഒറ്റയൊരു ദിവസത്തെ ദിവ്യഗാനാഗ്നി പരിഹാരമായി. അതാണ് ദിവ്യഗാനനാഥൻ്റെ ശക്തി എന്ന് പറയുന്നത്. ദിവ്യഗാനനാഥൻ്റെ ദിവ്യകാരുണ്യ ശക്തിയെക്കുറിച്ച് പ്രസംഗിക്കുവാൻ വാക്കുകളോ ശബ്ദങ്ങളോ ആരോഗ്യമോ ജീവിതമോ ഒന്നും പോരാ. അതുകൊണ്ട് ഈ ഒരു 100ാം എപ്പിസോഡിൻ്റെ ആ സന്ദേശമെന്ന നിലയിൽ ഈ 100 എപ്പിസോഡുകൾ പിന്നിട്ട ഈ ദിവ്യകാരുണ്യ പ്രോഗ്രാമിന് എനിക്ക് ലോകത്തിന് മുഴുവൻ നൽകാനുള്ള മറ്റൊരു തിരുവചന സന്ദേശമുണ്ട്. അത് സങ്കീർത്തനം 139 5-ാം തിരുവചനമാണ്. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ മുമ്പിലും പിമ്പിലുമുണ്ട്. നമ്മുടെ ദൈവമായ കർത്താവ് മുമ്പിലും പിമ്പിലുമുണ്ട്. അവിടുത്തെ കരം നമ്മുടെ മേലുണ്ട്. ഈ ശക്തി, ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ലോകം മുമ്പിലുള്ള എല്ലാ മനുഷ്യരുടെയും മുമ്പിലും പിമ്പിലും കാവലാളായി അനുഗ്രഹം നൽകുന്നവനായി സംരക്ഷിക്കുന്നവനായി ലോകത്തിന് മുമ്പിൽ ഇതാ ഉണ്ട്. അവിടുത്തെ കരം നമ്മുടെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു, ലോകം മുഴുവൻ വിസ്മയിപ്പിക്കുന്നു, എല്ലാ ദീപികാന ഭക്തരെയും വിസ്മയിപ്പിക്കുന്നു. അതെ, ഇത് തന്നെയാണ് 100ാം എപ്പിസോഡിൽ ഞങ്ങൾക്ക് ദീപികാനനാഥൻ്റെ കൃപയായി, അനുഗ്രഹമായി, അത്ഭുതമായി ദീപികാന തണലിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച സന്ദേശം ലോകത്തിന് നൽകാനുള്ളത്. എൻ്റെ പരിശുദ്ധ അമ്മേ മാതാവേ, ലോകം മുഴുവനു വേണ്ടി അമ്മ തിരുക്കുമാനം വഴി പ്രാർത്ഥിക്കണമേ. ദിവ്യഗാനത്തിൻ്റെ ശക്തി ലോകം മുഴുവൻ തിരിച്ചറിയട്ടെ. അത് ദൈവകൃപ മാത്രമല്ല, അത് ദൈവസ്നേഹം മാത്രമല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മാത്രമല്ല, അത് ജീവനുള്ള വചനത്തിൻ്റെ കൃപയാണെന്നും അത് തന്നെയാണ് ലോകത്തിന് വേണ്ടതെന്നും ലോകം തിരിച്ചറിയുവാൻ ഈ ശുശ്രൂഷ കാരണമായി തീരട്ടെ. അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മധ്യസ്ഥം വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈശോ വഴി പിതാവായ ദൈവത്തിന് മുമ്പിൽ ഈ 100 എപ്പിസോഡ് ഞങ്ങൾ വിനയപൂർവ്വം സമർപ്പിക്കുന്നു. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ, ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. അതേ ദീപികാരണമേ, അങ്ങയുടെ മാറിലല്ലാതെ ഞങ്ങൾക്കെങ്ങും സ്വസ്ഥതയില്ല. ഞങ്ങൾ സന്തോഷം അനുഭവിക്കണമെങ്കിൽ, ഞങ്ങളുടെ ദുഃഖം മാറണമെങ്കിൽ, ഞങ്ങൾ പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ അങ്ങയോട് ചേരണം. അങ്ങയുടെ മാറിൽ ചാരിയാൽ പൂർണ്ണതയായല്ലോ ഈശോയെ. യോഹന്നാൻ ചാരിയതുപോലെ ഞങ്ങളിതാ ചാരുന്നു. ദീപികാരണമേ, അങ്ങയുടെ മാറിൽ. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരുമുൻപിൽ നിന്നിടുവാൻ, തിരുമുഖം പ്രസാദിക്കുവാൻ, തിരുമുൻപിൽ നിന്നിടുവാൻ,
നേടുവാൻ തിരുമുഖം പ്രസാദിക്കുവാൻ കൃപാസനത്തിൽ ഓടി അണഞ്ഞിടുന്നേ. ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ. കൃപാസനത്തിൽ ഓടി അണഞ്ഞിടുന്നേ. ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ. ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ഓ ദിവ്യകാരണീശോയെ, ദൈവമായ അങ്ങ്, ദിവ്യകാരണമായ അങ്ങ് മക്കളെല്ലാം കൈനീട്ടി ആശീർവദിക്കുന്ന സമയമാണല്ലോ ഇത്. അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്വന്തമാക്കണമേ. ദൈവികാരണന്മാരുടെ ചൂടിൽ ഞങ്ങൾ സന്തോഷം അനുഭവിക്കട്ടെ. അങ്ങയുടെ ആശീർവാദത്താൽ ഇത് സംബന്ധിക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹീതരായി തീരട്ടെ. ഓ ദൈവികാരണമേ, ഇതിൽ പരം സന്തോഷം ഞങ്ങൾക്ക് വേറെ എന്താണുള്ളത്? പരിശുദ്ധ അമ്മേ മാതാവേ, ഈശോയോട് ഞങ്ങളെല്ലാവരെയും വ്യക്തിപരമായി ആശീർവദിക്കുവാൻ അമ്മ പറയുമല്ലോ. കാരണം ഞങ്ങളെല്ലാവരും അമ്മയുടെ ഹിതം പോലെ, അമ്മയുടെ ഇഷ്ടം പോലെ ദൈവകുമാരന് ഇഷ്ടമുള്ള മക്കളായി വളരുവാൻ ഈ ദീപികാരണ ആരാധനയുടെ ആശീർവാദം ഞങ്ങളെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കണമേ നാഥ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്വർഗീയ പാതയമായ നഗരാരിൽ തിരുവോസ്തിയായി വന്നു നീ. സ്വർഗീയ പാതയമായ നഗരാരിൽ തിരുവോസ്തിയായി വന്നു